നിഹിത എന്തൊക്കെ സുഖല്ലേ? ഇവിടെ വലിയ ബോർഡൊക്കെ ഉണ്ടല്ലോ, പ്രമേഹ സംബന്ധമായ മുറിവുകൾക്ക് അതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പോൾ എല്ലാ ട്രീറ്റ്മെന്റും ഉണ്ടോ? അതെ, അതായത് പ്രമേഹം മൂലം വന്നിട്ടുണ്ടാവുന്ന എല്ലാ മുറിവുകൾക്കും, അതായത് വെരിക്കോസ് വെയിന്റെ ഊണ്ടായിക്കോട്ടെ, അതുപോലെ തന്നെ ഡയബറ്റിക് സംബന്ധമായിട്ട് ഇപ്പൊ കാല് കറുത്ത കളറിലായിട്ട് വരുന്ന കുറെ പേഷ്യൻസ് ഉണ്ട് നമുക്കിവിടെ. അങ്ങനെ ഏതൊരു സ്റ്റേജിലാണോ അവർ വരുന്നത്, മാക്സിമം കട്ട് ചെയ്യാണ്ട് നമുക്ക് ആ രീതിയിലുള്ള ചികിത്സ, അതായത് മാക്സിമം അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഉണക്കി കൊടുക്കുന്ന രീതിയിലുള്ള ചികിത്സയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ഞാനുള്ളത് കോട്ടക്കലാണ്. കോട്ടക്കൽ സ്മാർട്ട് സിറ്റിയിൽ മലബാർ പോളിക്ലിനിക് ആൻഡ് ഡയബറ്റിക് സെൻ്ററാണ്. ഇവിടെ കൂടുതലും മറ്റു വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കൂടുതലും ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഷുഗറുമായി ബന്ധപ്പെട്ട മുറിവ്, അതിൻ്റെ ഉണക്കൽ, അതിൻ്റെ ചികിത്സയാണുള്ളത്. അപ്പോൾ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ? നമുക്കിപ്പോൾ ഡയബറ്റിക്കിനായിട്ട് അതുപോലെ തന്നെ മുറിവ് ട്രീറ്റ് ചെയ്യാൻ 3 ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഓർത്തോന്റെ ഡോക്ടർ മാത്രമേ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പുറമെ ബാക്കി കുറെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ലാബ് ഉണ്ട്, അതേപോലെ തന്നെ ഫാർമസി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ടക്കൽ സ്മാർട്ട് സിറ്റിയിലാണല്ലേ? അപ്പോൾ അതിന് ഒരുപാട് പാക്കേജുകളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ടോന്നല്ലേ? അതായത് നമുക്കിപ്പോ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഷുഗർ വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയബറ്റിക് ഹെൽത്ത് ചെക്കപ്പ് ആയിട്ടും, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രഗ്നൻസി ലേഡി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെറ്റർനിറ്റി പാക്കേജ്, ഇപ്പോൾ ഊണ്ടിന്റെ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടെസ്റ്റ് എടുത്ത് ചെയ്യുമ്പോഴും അതിന് സെപ്പറേറ്റ് നമ്മൾ വില കൊടുക്കേണ്ടി വരും. അതായത് അതിന് റേറ്റ് കൂടുതലായിരിക്കും. അതൊരു പാക്കേജ് ആക്കിയിട്ട് ചുരുക്കിയിട്ട് നമ്മൾ ഒരു അഫോർഡബിൾ ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആരൊക്കെ ഫേമസ് ഡോക്ടർ ആരുള്ളത്? 10 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ സെന്തിൽ കുമാർ ഡോക്ടർ സാറ് റീജോയിൻ ചെയ്തിട്ടുണ്ട്, രണ്ടാമത് വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി അറിയിക്കാനുള്ള ഒരു സംഭവം അല്ലേ? വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഇവിടെ 9 to 5 ഒരു ഡോക്ടർ എന്തായാലും അവൈലബിൾ ആയിരിക്കും. ഉണ്ട്, രാവിലെ 9 മണി മുതൽ. അതെ, 3 ഡോക്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടർ എപ്പോൾ വന്നാലും ഒരു ഡോക്ടർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ഈ ഷുഗറിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ ശരിക്കും എന്തൊക്കെയാണ്? കൂടുതലായിട്ട് ആൾക്കാർക്ക് കാണല് വർദ്ധിച്ചു വരുന്ന ദാഹം കാണും. ചിലർക്ക് വിശപ്പ് കൂടുതലാന്ന് പറയും, അല്ലെങ്കിൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, എണീക്കുക, അത് 2-3 തവണ ഒക്കെ എണീക്കുക, അതൊക്കെയാണ് കൂടുതലായിട്ട് പറയാം. നമുക്ക് പല ടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഷുഗർ ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ നോർമലായിട്ട്, അപ്പോൾ ഷുഗർ ആണോ എന്നൊക്കെ നോക്കാൻ നമുക്ക് ഫാസ്റ്റിങ്ങിൽ ടെസ്റ്റ് ചെയ്യാം. അതായത് 8 മുതൽ 10 മണിക്കൂർ ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ എണീച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പറയും, നമ്മൾ FBS എന്നാണ് പറയാം. പിന്നെ ഭക്ഷണം കഴിച്ച് ഒരു 1.5 to 2 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, PPBS എന്ന് പറയും. ഇനി ഇതല്ലാതെ തന്നെ HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. HbA1c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മാസമായിട്ടുള്ള നമ്മുടെ രക്തത്തിലുള്ള ആവറേജ് ബ്ലഡ് ഷുഗർ, ശരാശരി എത്രമാത്രം ഉണ്ട് അതറിയാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ ചില പേഷ്യൻസൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തു വരാൻ പറഞ്ഞാൽ തലേദിവസമൊക്കെ നല്ല കൺട്രോളായിട്ട് ഭക്ഷണമൊക്കെ നോക്കി കഴിച്ച് മരുന്നൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് വരും. അപ്പോൾ പിറ്റേ ദിവസം ഓക്കെ ആക്കും. പക്ഷെ ശരിക്കും അങ്ങനെ ആവണമെന്നില്ല. ഇല്ല, അങ്ങനത്തെ കേസിൽ നമുക്ക് HbA1c ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവരെത്രമാത്രം മരുന്ന് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്, ഷുഗർ എത്രമാത്രം കൺട്രോളാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇനി ഭാവിയിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ടോ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ, ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ എത്രമാത്രം കറക്റ്റാണ്, ഇതിൽ വല്ല മാറ്റം വരുത്തണോ, ഇതെല്ലാം നമുക്ക് HbA1c ടെസ്റ്റ് ചെയ്താൽ കുറേ മനസ്സിലാക്കാൻ പറ്റും. ഷുഗർ തുടങ്ങിയിട്ട് ഒരു 5 years ആകുമ്പോൾ തന്നെ കാലിലെ നരമ്പുകളുടെ ബാധിപ്പ് തുടങ്ങും, മെല്ലെ ബാധിക്കും. അതിനനുസരിച്ച് മറിവിപ്പ്, തരിപ്പ്, ഈ സൂചി കുത്തേണ്ട വേദന, കാലിൽ എരിച്ചൽ, പുകച്ചൽ, ചിലപ്പോൾ ചെറുപ്പം ഊരിപ്പോയി അറിയാതെ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ തുടങ്ങും. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ ഇത് കൂടി വരും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ മറിവിപ്പ് കാരണം വേദന ഒന്നും അറിയില്ലാതെ ഒരു അവസ്ഥ വരും. ആ അവസ്ഥ വന്നാൽ പിന്നെ നടക്കുമ്പോൾ ഏതെങ്കിലും തട്ടി, ചിലപ്പോൾ ഏതെങ്കിലും കല്ല് തട്ടി അല്ലെങ്കിൽ മുള്ളു കയറി, ഏത് ബുദ്ധിമുട്ട് സംബന്ധിച്ചാലും പെട്ടെന്ന് മനസ്സിലാവില്ല, വേദന ഇല്ലാതെ കൊണ്ട്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതിലുള്ള ബ്ലഡ് ലീക്കായിട്ടോ അല്ലെങ്കിൽ മുള്ളു കയറിയതിലുള്ള പഴുപ്പ് കയറിയിട്ടോ പണിയോ വീക്കോ നടക്കാൻ പറ്റില്ലാതെ ഭയങ്കര വേദന, അണ്ണാണ് ശരിക്കും പഴുപ്പ് കയറി കഴിഞ്ഞാലാണ് മനസ്സിലാവുക. അങ്ങനെ ആവുമ്പോൾ പിന്നെ എന്താവെന്ന് പറഞ്ഞാൽ ഈ പഴുപ്പ് കാരണം പെട്ടെന്ന് തന്നെ വികർച്ച് പോവുകയും ചെയ്യും. എന്താ പറഞ്ഞാൽ ഷുഗർ ബ്ലഡിൽ ഒരു നോർമൽ ലെവൽ ഒരു 300-400 ലെവൽ ഉണ്ടെങ്കിൽ തന്നെ ഈ അണുക്കൾ പെട്ടെന്ന് തന്നെ വികസിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഷുഗർ ഇല്ലാത്ത ആൾക്ക് 140-ൻ്റെ താഴെയാണ് ഷുഗർ ഉള്ളത്. അപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഒരു 1 hour ഒരു 2-4 ആവുന്നുണ്ട് നോക്കാം. ഈ ഷുഗർ ഉള്ളവർക്ക് ഈ 1 hour ചിലപ്പോൾ 20 ആയി പോകും.
ഷുഗർ ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കൂടുതൽ കിട്ടുന്നത് പോലെയാണ്. ഇവിടെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ പരിസരത്ത് എത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വീട്ടിൽ പോയി കളക്ട് ചെയ്യും ബ്ലഡ്? നമ്മൾ 5 കിലോമീറ്റേഴ്സിന്റെ ചുറ്റളവിൽ എല്ലായിടത്തും പോയിട്ട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു ലാബിലൊക്കെ പോയി രാവിലെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൈമായിരിക്കും. അപ്പോൾ ഒരു ലാബിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർ അല്ലെങ്കിൽ കിടപ്പിലായ രോഗികൾക്ക് അവർക്കൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് ചെയ്ത് കൊടുക്കും. വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ സെന്തിൽ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ വളരെ കാലമായി കോട്ടക്കൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും കോട്ടക്കലിലേക്ക് ജനങ്ങളുടെ ഇവിടുത്തെ രോഗികളുടെ ആവശ്യാർത്ഥം തിരിച്ചു വന്നിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. ഈ മലബാർ പോളി ആൻഡ് ഡയബറ്റിക് ക്ലിനിക്കിൽ നിങ്ങൾ വരുമ്പോൾ നല്ല സഹകരണമുള്ള ജീവനക്കാരും സഹപ്രവർത്തകരും, നിങ്ങൾ മുറിവ് ഡ്രസ് ചെയ്യുന്നിടത്തും നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലൊക്കെ വളരെ പ്രാപ്തരായിട്ടുള്ളൊരു ടീമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. യാതൊരു കാരണവശാലും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങളെ കൂടെ ഈ ക്ലിനിക്ക് ഉണ്ടാകും. ഇവിടെ അതുപോലെ തന്നെ ഡോക്ടർ സിദ്ദീഖ്, ഡോക്ടർ ഹുസ്ന എന്നീ 2 പ്രഗത്ഭരായ ഡോക്ടർമാരും കൂടി ഒരു ഡോക്ടേഴ്സ് ടീം, അതുപോലെ തന്നെ നല്ല മുറിവ് ഡ്രസ് ചെയ്യുന്നതും നിങ്ങളെ പരിചരിക്കുന്നതിലൊക്കെ വിദഗ്ധരായൊരു ടീമുള്ള ഒരു ക്ലിനിക്കാണ് ഈ മലബാർ പോളി ആൻഡ് ഡയബറ്റിക് ക്ലിനിക്ക്. ഇത് കോട്ടക്കലിലെ സ്മാർട്ട് സ്റ്റേറ്റ് സിറ്റിക്ക് അകത്താണുള്ളത് എന്നറിയിക്കുന്നു. വളരെ സന്തോഷം. എല്ലാവരും ഇത് ഈ മെസ്സേജ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്ന് എന്നോട് വിനീതമായി അപേക്ഷിക്കുന്നു.